നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 ചുവന്നുള്ളി മുറിച്ചത്, 2 പച്ചമുളക് കീറിയത്, പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 15 വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 സവോളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സവോള നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുന്നത്. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും കടുക് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പിന്നെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് സവോളയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവോള നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചതായിരുന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ സവോളയുടെ കളറൊന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ സവോള നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വയ്ക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് അത് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വരും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എന്നിവയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ചിക്കനിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ മസാലപ്പൊടികൾ ചേർത്തപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്തത്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇറങ്ങും. അപ്പോൾ ഞാനിപ്പോൾ 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യമേ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സവോളയൊക്കെ വഴറ്റുന്ന കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ചേർക്കുന്ന ആ ഒരു ടൈമിലാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്